അപ്പൊ അങ്ങ് പറഞ്ഞു വരുന്നത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ കൈകൾ സ്വതന്ത്രമല്ല. അല്ല, ഒരു സംശയം വേണ്ട. അങ്ങനെ ഒരു സ്വതന്ത്രമായിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥൻ വളരെ ചുരുക്കമുണ്ട്. ഇരുമ്പൻ ജോസഫ് സാർ. ശരി, എങ്കിൽ നമുക്ക് രണ്ടാമത്തെ കാര്യത്തിൽ കേൾക്കാം. ഇതില് ഇപ്പൊ നമ്മുടെ IAS പ്രശാന്ത് ഒരു സെക്കൻഡ് ഒരു കാര്യം കൂടെ പറഞ്ഞു. അങ്ങനെ കൈ കെട്ടാൻ പറ്റാത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഉണ്ട്. ശരി, ഉണ്ട്. പക്ഷെ അവർക്കൊന്നും ഒരു റോളും ഒരിടത്തും കൊടുത്തിട്ടില്ല. ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. നല്ല ചെറുപ്പക്കാരുണ്ട്, പക്ഷെ റോളില്ല. ശരി, ഞാൻ മറ്റൊരു ചോദ്യത്തിലേക്ക് വരുന്നത്. ഇതില് കേന്ദ്രത്തിന്റെ ഇടപെടലുകൾ എത്രമാത്രം സാധ്യമാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ഞാൻ പറഞ്ഞ IAS ഓഫീസർ പ്രശാന്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ശബരിമലയിലേക്ക് കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോയി അവിടെ വികസന പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ ക്യൂ നിയന്ത്രണവും എല്ലാം ചെയ്യും. ഇപ്പോഴും സ്ഥിരം വടം കെട്ടി വലിക്കുന്ന ഒരു അശാസ്ത്രീയമായ സംവിധാനമാണ് നിലനിൽക്കുന്നത്. അപ്പം കേന്ദ്രത്തിന് ഇടപെടാൻ പറ്റും, കേന്ദ്രത്തിൽ ഈ അന്വേഷണത്തിന് ഇടപെടാൻ പറ്റും, ഈ പറഞ്ഞ പോലെ NIA വരാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങളും കൂടെ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊരു കേന്ദ്ര നിരീക്ഷണത്തിലൊരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഈ കുറ്റവാളികളെല്ലാം പുറത്തു കൊണ്ടുവരാൻ പറ്റില്ലേ? ആ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നില്ലേ? മാത്രമല്ല സുഭാഷ് കപൂറിൻ്റെ സാന്നിധ്യവും വളരെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. സുഭാഷ് കപൂറിന് അറിയാമല്ലോ, അന്താരാഷ്ട്ര കൽപേഷുണ്ട്. അല്ല, അന്താരാഷ്ട്ര തലത്തിലേക്ക് ഈ വിഗ്രഹങ്ങൾ കടത്താനുള്ള ശ്രമം നടന്നു എന്നുള്ള കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ദേശീയ തലത്തിൽ ഒരു അന്വേഷണം നടന്നാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകില്ലേ? എന്ത് പറയുന്നു? ഞാൻ പറയുന്ന ഈ പാവപ്പെട്ട വെങ്കടേഷ് സാറിനെ, ശശിധരനെ രക്ഷപ്പെടുത്തുക. സാധുക്കൾ അവർ ജീവിച്ചു പോട്ടെ. അവർ തന്നെ ഇപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എങ്ങനെയെങ്കിലും ഇത് ഏറ്റെടുക്കണേന്ന്. ഇത് കരണീയമായിട്ടുള്ള ദർ ഇസ് നോ അതർ, വി ആർ ലെഫ്റ്റ് വിത്ത് ഹോപ്സൺസ് ചോയ്സ്. ദർ ഇസ് നോ അതർ ചോയ്സ് ബട്ട് റിക്വസ്റ്റ് ദ സെൻട്രൽ ഗവൺമെൻറ് ടു ടേക്ക് ഓവർ ദ ഓൾ അഡ്മിനിസ്ട്രേഷൻ. ആദ്യം ചെയ്യേണ്ടത് എൻ്റെ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറയും, ഈ ഗുരുവായൂർ ടെമ്പിളിലും നമ്മുടെ തിരുപ്പതിയിലും ഗുരുവായൂർ ടെമ്പിളിലും നമ്മുടെ ശബരിമലയിലും ഒരുപാട് അലിഗേഷൻസും ഒരുപാട് പ്രശ്നങ്ങളും ജനങ്ങളെല്ലാം പരിഭ്രാന്തിയിലും ജനങ്ങളെല്ലാം ദുഃഖിതരുമാണ് സ്വാമി ഭക്തന്മാർ. എന്ത് പറഞ്ഞാൽ അവിടുത്തെ മാൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ മാൽ അഡ്മിനിസ്ട്രേഷൻ. ഇതെല്ലാം കൊണ്ട് ഇതൊരു ഇൻ്റർനാഷണൽ പിൽഗ്രിമേജ് സെൻ്ററാണ്. 80 രാജ്യങ്ങളിൽ നിന്ന് വരുന്ന സ്വാമി ഭക്തന്മാരുണ്ട്. അതുകൊണ്ട് owing to all this, we take over, central government, we take over the administration of ശബരിമല ആൻഡ് ഗുരുവായൂർ. ഈ ഗുരുവായൂർ ഇതിനേക്കാളും ഭീകരമുള്ളതാണ്, അത് വേറെ കാര്യം. ഈ രണ്ട് സ്ഥലത്തിന് ടേക്ക് ഓവർ ചെയ്താൽ അതിനുള്ളൊരു വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ഉടൻ CAG വരും. ഇവിടെ ഇപ്പോഴും CAGയുടെ നമ്മുടെ കേരള പതിപ്പുണ്ട്. എന്ത് ഫലം? അവർക്ക് കൊടുക്കേണ്ടതെല്ലാം ഈ ദേവസ്വം ബോർഡുകാർ കൊടുക്കും. അവന്മാർ ഏതെങ്കിലും ഒരു റിപ്പോർട്ട് ചന്തു നായരോ ഞാനോ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഒരു റിപ്പോർട്ടിന് ശബരിമല ഈ ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ ഈ പാവപ്പെട്ട ഈ ജഡ്ജി ഇല്ലായിരുന്നെങ്കിൽ നമ്മളിത് ഇവിടെ സംസാരിച്ചിരിക്കുമോ? അദ്ദേഹമല്ലേ ഇത് വെളിയിലാക്കിയത്. അപ്പം ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ പോക്കാണ്. അപ്പം CAG വന്നാൽ നമ്മുടെ വിനോദ് റായ് സാറ്, പരിണിത പ്രജ്ഞനായ വിനോദ് റായ് സാറ് 186 എനിക്കത് എഴുതാൻ അറിഞ്ഞൂടാ, 186.9 എഴുതണം. 2G സ്പെക്ട്രം കൊണ്ടുവന്നത് വിനോദ് റായ് സാറാണ്. അത് വേണമെങ്കിൽ നമുക്ക് വേറൊരു ചർച്ചയിൽ കൊണ്ടുവരാം, എന്ത് സംഭവിച്ചു എന്ന് അവസാനം. CBIയുടെ പോക്കൃത്തനം ഒക്കെ അതിൽ വരും. അപ്പോൾ അത് വന്നിട്ട് അതിനുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ ശബരിമലയിലും ഗുരുവായൂരും ഈവൻ പത്മനാഭസ്വാമി CAG വന്നോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. വിനോദ് റായ് സാർ വന്നിരുന്നു, പക്ഷെ അത് CAG ആയിട്ടല്ല വന്നത്. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ റിപ്പോർട്ട്, വിനോദ് റായ് സാറിനെ പോലെ ഒരുപാട് ആളുകൾ IRS ഓഫീസേഴ്സ് ഉണ്ട്, സോറി IAS ഓഫീസേഴ്സ് ആയിക്കോട്ടെ. വന്നു കഴിഞ്ഞാൽ ഒരു വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ഈ റിപ്പോർട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഈ CAG എന്ന് പറയുന്നത് നമ്പർ 9 ആണ് ഓർഡർ ഓഫ് പ്രസൻസിൽ. അത് കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റാണ്. ഒരൊറ്റ IAS കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് ഇല്ല ഇവിടെ ഇന്ത്യയിൽ, ഇവർക്ക് മാത്രമേ ഉള്ളൂ IAS. അപ്പം ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് എന്തുകൊണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഈ CAGയുടെ റിപ്പോർട്ട് ഇമ്മീഡിയറ്റ് പാർലമെന്റിൽ വെക്കണം. പാർലമെന്റിൽ വെച്ചാലുള്ള പൂവിൽ അറിയാമല്ലോ ചന്തു നായർക്ക് പിന്നെ എന്ത് സംഭവിക്കുന്നു. ഇതെല്ലാം ഈ 2G സ്പെക്ട്രമൊക്കെ പാർലമെന്റിൽ വെച്ചു. അങ്ങനെയുള്ള ഒന്നും നമ്മുടെ ഈ SITയോ നമ്മളെ ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഓഡിറ്റ് പാർട്ടിയോ
ഇപ്പൊ ഇവിടെയുള്ള എന്താ കോപ്പറേറ്റീവ് ബാങ്കൊക്കെ എത്ര ഓഡിറ്റ് പാർട്ടി എന്തെല്ലാം ചെയ്തു. അല്ല, അപ്പം കേന്ദ്രം വന്നു കഴിഞ്ഞാൽ മാത്രമേ CAG അങ്ങ് പറയുമ്പോഴുള്ള ഓഡിറ്റ് വരെ നടക്കത്തുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പം വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ടോ? സാധ്യത നമുക്കിങ്ങനെ പൊന്തം തവളകളെ പോലെ പലരും പല കോണുകളിൽ നിന്ന് ഇങ്ങനെ ഒരു ആവശ്യം നമുക്കിങ്ങനെ ആഗ്രഹിക്കാൻ ഞാൻ 1.5 മാസമായി പറയാൻ തുടങ്ങി. അതല്ലേ, പല കോണുകളിൽ നിന്ന് ഇപ്പോൾ ഉയർന്നു വരുന്ന ആവശ്യം ഇതൊരു കേന്ദ്ര നിയന്ത്രണത്തിലേക്ക് ഈ തീർത്ഥാടന കേന്ദ്രത്തെ കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതകൾ കാണും. ചന്തു നായർ ഇത് വരാതെ പിന്നെ എങ്ങനെ ഇവിടെ ഇതിൽ അഴിമതി നമ്മൾ എക്സ്പോസ് ചെയ്യും? മാത്രമല്ല ഇനി 10 ടെമ്പിളുണ്ട് മലയോലപ്പുഴ, പിന്നെ ആ മുണ്ടക്കയം കാട്ടിനകത്തൊരു ഇതുണ്ട്, പിന്നെ ഏറ്റുമാനൂർ, അവിടെ പൊന്നാന വരെ ഉള്ളത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറയുന്നു. ഇവിടെ എല്ലാ അഴിമതിയും. ശബരിമല തന്നെ മാത്രം ഒരു IG അന്വേഷിക്കേണ്ടതുണ്ട്. പിന്നെ NIA-യിലോ CBI-യിലോ ഒരു IG, സൈബറിൽ മാത്രം. ഇത് മാത്രമല്ല, എല്ലാവരും കട്ടളപ്പതി ധാരാളി ഇങ്ങനെ നടക്കുകയാണ്. അവിടെ വേറെ ഒരുപാട് പരിപാടികളുണ്ട്, ഒരുപാട് പരിപാടികൾ. ഈ പിന്നെ ഞാൻ ചോദിച്ചിട്ടെ, ഈ ഞാനൊരു പിന്നെ 20 വർഷം മുമ്പ് ഒരു 70 കോടി രൂപ മോഷ്ടിച്ചു. ഞാനൊരു പബ്ലിക് സർവൻ്റ് ആയിരുന്നിട്ട്. അത് 20 വർഷം കഴിഞ്ഞ് അത് 20 വർഷത്തിന് മുമ്പുള്ളതാണ്. അന്വേഷിക്കണം. 35-40 കോടി രൂപയുടെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്ന ജയകുമാർ സാറ് നേതൃത്വം കൊടുത്ത് അന്വേഷിച്ചാണ്. ഞാനന്ന് ശബരിമലയിലുണ്ട്. നിശ്ചിതമായിട്ടല്ലേ, ഞാനത് വായിച്ചതാണ് അതിൻ്റെ എക്സെപ്റ്റ്സ്. നിശ്ചിതമായിട്ടാണ്. ഇനിയിപ്പോ ആര് പറയണം? സുപ്രീം കോടതിയുടെ ഒരു കമ്മിറ്റി അവർ നിയോഗിച്ചു. അവര് നിശ്ചിതമായി ക്രിട്ടിസൈസ് ചെയ്തു. ഇറ്റ് വാസ് പറഞ്ഞിരിക്കുന്ന വേർഡ് ഇതാണ്, ഇറ്റ് വാസ് സ്കോണ്ടേഡ്. ഓൾ ദ ക്രോർസ് ഓഫ് റുപ്പീസ് സ്കോണ്ടേഡ്. 1 ലിറ്റർ സീവേജ് വാട്ടർ വന്നിട്ടുണ്ടോ പുറത്ത്? അവിടെ മൊത്തം ഹ്യൂമൻ എക്സ്ക്രീറ്റാണ്. അത് കോടിക്കണക്കിന് രൂപ ഏത് കാലത്ത് 2010-16 കാലഘട്ടത്തിൽ സ്ക്വാൻഡർ ചെയ്താണ്. ഇങ്ങനത്തെ കൺസ്ട്രക്ഷൻ, ഇങ്ങനെ സീവേജ് ട്രീറ്റ്മെൻറ്റ്, ഇങ്ങനെ എനിക്കറിഞ്ഞൂടാ എന്തെല്ലാം തരത്തിൽ നമ്മുടെ ശബരിമല ധർമ്മശാസ്താവിൻ്റെ പേരിൽ ഇവന്മാരെല്ലാം അവിടെ വന്ന് അഴിമതി കാണിച്ച് അതൊന്നും ആരും അന്വേഷിക്കുന്നില്ല. ഇത് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഈ കേന്ദ്ര ഗവൺമെൻറ് CAG കടന്ന് നിലവിളിക്കുന്നതിൻ്റെ കാര്യം ഇതാണ്. അവർ വന്ന് നമ്മൾ ഇത് കയറി കാട്ടിൽ മറ്റേ എന്തോ ആന കരിമ്പും കാട്ടി കയറുന്ന പോലെ ഈ ശബരിമലയിൽ ഏറ്റാനൊക്കെ കയറി മേയുമ്പം ഇതെല്ലാം വിളി വരും. അല്ല, ഈ ശബരിമലയിൽ ഇപ്പോഴും ഈ സിവേജ് സിസ്റ്റം ഒന്നും ശരിയല്ല. പൂങ്കാവനത്തിൽ നിന്ന് ഉയരുന്ന ദുർഗന്ധമാണെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രശാന്ത് എഴുതി. ഒന്നും ആയിട്ടില്ല. നമ്മളവിടെ പോയി കാണാമല്ലോ. ഏത് തരത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട് ഇവർ ഈ വരുമാനം? ബോർഡ് കുറെ കൊണ്ടുപോകും, അത് രാഷ്ട്രീയമായിട്ട് ഷെയർ ചെയ്യും. ഇപ്പം ഞാനിരുന്ന സമയത്ത് CPM അല്ല ഭരിക്കുന്ന ബോർഡ്, അന്ന് കോൺഗ്രസ് ഭരണമാണ്. ഞാൻ മനസ്സിലാക്കിയത് കോൺഗ്രസും CPM-ഉം ഇനി വജ്രതങ്ങൾ അല്ല, സോറി, പിന്നെ മുസ്ലിം ലീഗ് ആര് ദേവസ്വം ബോർഡ് ഭരിച്ചാലും അങ്ങ് എടുത്തങ്ങ് കൊണ്ടുപോകണം. അപ്പോൾ വരുമാനം കുറേ ബോർഡ് കൊണ്ടുപോകും, ബോർഡിലെ മെമ്പേഴ്സ് കൊണ്ടുപോകും. അപ്പോൾ ബോർഡിലെ മെമ്പേഴ്സ് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റുമോ? അവിടെ ഈ ഭീകരന്മാരിയ്ക്കല്ലേ, ഡെപ്യൂട്ടി കമ്മീഷണർ, അസിസ്റ്റന്റ് കമ്മീഷണർ, മറിച്ചവൻ ഇവന്മാർക്കെല്ലാം അതിൽ ഷെയർ ഉണ്ട്. അവരും എടുക്കും, എല്ലാവരും കൂടെ വീതം വെച്ചെടുക്കും. ഞാൻ പറഞ്ഞില്ലേ, 85 ലക്ഷം രൂപ 1 കോടി രൂപ കളക്ഷൻ ഉള്ളപ്പം 2016 ഒരു ദിവസം 15-20 ലക്ഷം രൂപ സ്മഗിൾ ചെയ്യാണ്. ഇന്ന് ട്രിവാൻഡ്രം TDB ഹെഡ്ക്വാർട്ടേഴ്സിൽ എനിക്കറിഞ്ഞോട് ആർക്ക് കൊടുത്തെന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതങ്ങനെ. ഇത് എന്താ പറയുന്നത്, ഈ ഇംഗ്ലീഷിലൊരു വേർഡ് ഉണ്ട്, പഗോഡ ട്രീ. യു ഷേക്ക് ദ ട്രീ ആൻഡ് ടേക്ക് ആസ് മച്ച് ആസ് മണി യു നീഡ്. അങ്ങനെ വരിക, കുലുക്കുക. ഇപ്പോൾ ബോർഡിൽ ഒരുത്തൻ അവിടെ പ്രസൻ്റായിട്ട് ചെല്ലുന്നു, എന്നിട്ട് ഇവൻ ഇങ്ങനെ മിണ്ടായിരിക്കുകയാണ് കുറച്ച് ദിവസം. ഇത്ര സ്ട്രിക്റ്റ് ആണെന്ന് വെച്ചോ, കുറച്ച് ദിവസം മിണ്ടായിരിക്കുകയാണ്. ഒരു മാസമൊക്കെ കഴിയുമ്പോൾ ഈ ബോർഡിലെ മറ്റേ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, ഇവന്തൊരു മുരാരി ബാബു അങ്ങനെയൊക്കെ ഉള്ള അവന്മാർ ഇടേ എന്തോന്ന് ഞാൻ ഈ പ്രസിഡൻ്റായിട്ട് വന്നിട്ട് കുറേ നാളായല്ല, എന്തായാലും നമ്മളെ ഒരു മൈൻഡ് ഇല്ലാത്ത ഇങ്ങനെയൊക്കെയാണ് അവിടെ സംസാരിക്കുന്നത്. അപ്പോൾ പറയും, ഇല്ല സർ, ഒരു ചെട്ടിയാർ ഒരു 15 പവൻ്റെ 16 പവൻ്റെ മാല കൊണ്ടുവന്നിട്ടുണ്ട്, അതൊന്ന് വെയിറ്റ് ചെയ്യണം സാർ, അയാൾ റെസിപ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് നോക്കാൻ പറ്റും. നമുക്ക് റെസിപ്റ്റ് ഇല്ലെങ്കിൽ അത് സാറിനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണത്. അതൊന്നും ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. അല്ലേ, നമുക്ക് ഒരു കാര്യം ഇപ്പം വ്യക്തമായിട്ടുണ്ട്. ഇതൊരു ആസൂത്രിതമായ ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഒരു തെഫ്റ്റാണ്, അല്ലെങ്കിൽ മോഷണമാണ്, ലൂട്ടാണ്, അങ്ങയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അത് ചെയ്യാൻ ഒരു സംഘം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലായിരുന്നു. അല്ലാതെ ഇത് മോഷണം പോയതോ ഒരു ആശയക്കുഴപ്പത്തിൻ്റെ പേര് നഷ്ടപ്പെട്ടതോ ഒന്നുമല്ല. പക്ഷേ ഇത് ചെയ്യണമെങ്കിൽ അപ്പം ആസൂത്രിതമായ ഒരു
ഒരു സംഘം പ്രവർത്തിച്ചാൽ മാത്രമേ ഇത് ഈ നമ്മൾ ദിവസം നമ്മുടെ വീട്ടിലെ തന്നെ മുമ്പിൽ ഒരു പടം വച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഒരു ഫോട്ടോ വച്ചിരിക്കുന്നു, അതിൻ്റെ ഫ്രെയിം ഒന്ന് മറിഞ്ഞു കിടന്നാൽ നമ്മൾ ദിവസം വരുന്നു, നമുക്കതിൻ്റെ സ്ഥാനഭ്രംശം കൊണ്ട് നമുക്ക് ശ്രദ്ധിക്കപ്പെടും. ഇവിടെ കട്ടളപ്പാളികൾ അല്ലെങ്കിൽ ദ്വാരപാലക ശില്പങ്ങൾ കണ്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് മനഃപൂർവ്വം ഇത് കണ്ടിട്ടും പലരും കണ്ടില്ല എന്ന് നടിച്ചു എന്നുള്ള കാര്യവും നമുക്ക് വ്യക്തമാണ്. അപ്പോൾ ആസൂത്രിതമായ ഒരു ഗൂഢാലോചന അല്ലെങ്കിൽ തന്ത്രം ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നു എന്നുള്ള കാര്യം ഇതുവരെയുള്ള അന്വേഷണത്തിൽ നമ്മൾ വ്യക്തമായിട്ടുണ്ട്. അല്ലാതെ ഇത് കളവ് പോയതോ നഷ്ടപ്പെട്ടു പോയതോ അല്ല. അപ്പോൾ അത് ചെയ്യാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ ഉള്ളവർ അവിടേക്ക് എത്തിയിരുന്നു എന്നുള്ള കാര്യം നമ്മളെ വേദനിപ്പിക്കുന്നതല്ലേ. ഈ ചന്തു, ഞാൻ മറന്നു പോയിരുന്നു, നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചില്ലായിരുന്നെങ്കിൽ, ചന്തു നായർ ചോദിച്ചില്ലായിരുന്നെങ്കിൽ, അത് ചോദിച്ചത് വളരെ നന്നായി. ഈ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഹേഗിലാണ്, യുണൈറ്റഡ് സെക്യൂരിറ്റി കൗൺസിലും യുണൈറ്റഡ് സെക്യൂരിറ്റി കൗൺസിലിൻ്റെയാണ്, UN-ൻ്റെ. അപ്പോൾ അവരുടെ ഒരു വിധിയിൽ അവർ പറയുന്നത് വേറെ നിവൃത്തിയില്ല, ഒരു വലിയ ജനോസൈഡിനെ പറ്റിയാണ് അവർ പറഞ്ഞത്. ദിസ് ഈസ് നത്തിങ് ബട്ട് ഷിയർ ക്രിമിനൽ എൻ്റർപ്രൈസിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പുടിൻ കഴിഞ്ഞ ആഴ്ചയിൽ ഒരെണ്ണം പറഞ്ഞു, ഞാൻ പുടിൻ്റെ വാക്കുകളും കടമെടുക്കുന്നു, ICJ ജഡ്ജസിൻ്റെ വാക്കുകളും ഞാൻ എടുക്കുന്നു. ദിസ് ഈസ് ക്രിമിനൽ എൻ്റർപ്രൈസിങ് ആൻഡ് ദിസ് ഈസ് പുടിൻ പറഞ്ഞത്, ഉക്രൈൻ മറ്റേ USA ആയിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞത്, ദിസ് ഈസ് എ ഓർഗനൈസ്ഡ് ക്രൈം സിൻഡിക്കേറ്റ്. അത് ഇവർക്കാണ് യോജിക്കുന്നത്, നമ്മുടെ ഈ ശബരിമലയ്ക്ക്. ഇത് ഓർഗനൈസ്ഡ് ക്രൈം സിൻഡിക്കേറ്റാണ്. ഇത് ഒരുപാട് നാളുകൾ കോൺഗ്രസ് ഭരണകാലത്തും CPM ഭരണകാലത്തും എല്ലാം ഇത് നടന്നിട്ടുണ്ട്. ഇതിനകത്ത് രാഷ്ട്രീയമല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്രാന്തം പൈസ വന്നങ്ങ് മറിയാണ്. ചന്തുനേരൻ, നിങ്ങൾ ചന്തുനേരൻ ഒന്ന് പറഞ്ഞോട്ടെ, ഒരു ക്ലർക്കായിട്ട് ജോയിൻ ചെയ്തതാണ് അയാൾക്ക് എങ്ങനെയാണ് അന്ന് അയാളുടെ വീട്ടിൽ അച്ഛന് തേങ്ങ ഒട്ട കാശാണ്, അല്ലെങ്കിൽ അയാളുടെ ഭാര്യയ്ക്ക് ഭയങ്കര ഇൻകം വേണം. ഈ ഒരു ക്ലർക്കായിട്ട് കയറിയ അസിസ്റ്റന്റ് കമ്മീഷണർ ഒക്കെ ആയിരിക്കുമ്പോൾ അവൻ്റെ വീട്ടിൽ എങ്ങനെയാണ് 30 ലക്ഷത്തിൻ്റെ ജെറ്റ കാർ ഇടുന്നത്? പിന്നെ അവൻ എങ്ങനെയാണ് ചെന്നൈയിൽ ഫ്ലാറ്റ് വാങ്ങുന്നത്? അല്ല, അങ്ങ് പറയുന്നത് ഇത് ആസൂത്രിതമായി നടന്നു, ഗൂഢാലോചന ഉണ്ട്. പക്ഷെ അത് ചെയ്യാൻ പറ്റി എന്നുള്ള കാര്യവും നമ്മൾ വിസ്മരിക്കുന്നില്ല. പക്ഷെ ഇത് അൾട്ടിമേറ്റായിട്ട് ഇത് എവിടെ പോയെന്നും എങ്ങനെയാണ് ഇതിന്റെ അന്തിമമായ ഈ സ്വർണം എവിടെ എത്തിയിട്ടുണ്ടെന്നും കാര്യം നമ്മൾ കണ്ടെത്തണ്ടേ? അല്ല, കണ്ടെത്തണ്ടേ? അതാണ് ഞാൻ പറഞ്ഞ. അതെ, നന്നായി. അത് വീണ്ടും ഞാൻ ആ പോയിന്റ് മിസ് ചെയ്തു. നിങ്ങൾ വീണ്ടും എന്നെ വിടാതെ പിടിച്ചോണ്ട് ആ പോയിന്റ് കൂടെ പറയാം. കറക്റ്റ്. ഇത് നമ്മുടെ മാറിയ BNS, ഭാരതീയ ന്യായ സംഹിത, പിന്നെ ആന്റിക്സ് ആക്ട്, അങ്ങനെ എന്തോ ഒരെണ്ണമുണ്ട്, ഞാൻ മറന്നുപോയി. അതെല്ലാം പ്രകാരം ഈ പുതിയ BNS-ല് ഈ അതൊക്കെ ഈ NIA അല്ലെങ്കിൽ CBI-ക്ക് തന്നെ ഒരു ടീം പറയണം. അതെ, CBI-ക്ക് തന്നെ ഒരു സെപ്പറേറ്റ് ടീമുണ്ട് ഈ ആന്റിക്സ് ഒക്കെ അന്വേഷിക്കുക. എന്നാലും CBI അന്വേഷിക്കേണ്ടെന്ന് ഞാൻ പറയും, NIA അന്വേഷിച്ചാൽ മതി. അപ്പോൾ ഇവര് ഇത് ഇടുമ്പം ഈ സാധാരണ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ലോക്കൽ പോലീസിന് ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്, മിക്കവാറും ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് പ്രൂവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്, കേസ് വിട്ടു. ബാക്കി ചീറ്റിങ്ങിനൊക്കെ പിന്നെ ചീറ്റിങ് 2 വർഷം 3 വർഷമൊക്കെ. ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്, ഇതിൽ അഗ്രവേറ്റഡ് ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്, അതിന് വലിയ പണിഷ്മെൻ്റാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ലൈഫ് വരെ കിട്ടും, 10 വർഷം എന്തായാലും കിട്ടും. അപ്പോൾ ഇതിനകത്ത് ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ഉണ്ട്. ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് തെഫ്റ്റ് ഒന്നുമില്ല, ഇറ്റ്സ് എ സിമ്പിൾ തെഫ്റ്റ്, അതേ ഇതിനകത്ത് നടന്നിട്ടുള്ളൂ. പക്ഷേ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ഉണ്ട്, അഗ്രവേറ്റഡ് ബ്രീച്ച് ഓഫ് എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ മൈനറാണ്, അയ്യപ്പൻ്റെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ഇവന്മാരെ അങ്ങ് ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇവന്മാരെല്ലാം കൂടെ ക്രൈം സിൻഡിക്കേറ്റ് ഉണ്ടാക്കി ക്രിമിനൽ എൻ്റർപ്രൈസ് നടത്തി ഇത് മൊക്ക. അപ്പം നമ്മളിത് പ്രൂവ് ചെയ്താൽ മതി ഇവന്മാരെ ഏൽപ്പിച്ചിരുന്നു. തിരുവാഭരണം കമ്മീഷണർ, ഡെപ്യൂട്ടി കമ്മീഷണർ, മിനിറ്റ്സ് ഇതെല്ലാം വെച്ചിട്ട് ഇത് പ്രൂവ് ചെയ്ത് കൊടുത്താൽ ഇത് NIA അത് ചാർജ് ഷീറ്റ് ചെയ്യണം. കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ എഴുതി കൊടുത്താൽ വേണമെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ ബോംബ് വരെ പൊട്ടിച്ചതിൻ്റെ പിന്നിൽ ഉണ്ണികൃഷ്ണൻ പൊറ്റിയാണെന്ന് ഈ നമ്മുടെ SIT എഴുതി കൊടുത്താൽ അതിൽ കാര്യമില്ല. ട്രയൽ സ്റ്റേജിൽ വരുമ്പം ഒരുപാട് ചതിക്കുഴികളുണ്ട്. അതായത് ആദ്യം ചതിക്കുഴി വയ്ക്കുന്നത് അറൈനിങ് വിറ്റ്നസസ്. അതായത് ലാസ്റ്റിൽ ഈ ഒരു 2 വർഷം കഴിയുമ്പം വെങ്കടേഷ് സാറിനെ അങ്ങ് മാറ്റും. എന്നിട്ട് ഒരു പിടിച്ചുപറിക്കാരൻ, ഒരു ഡക്കോയിറ്റ്, അതുപോലെ നമ്മുടെ ഒരുപാട് സീനിയർ IPS ഓഫീസേഴ്സ് ഉണ്ട്. എൻ്റെ മനസ്സിൽ ഒരു ഡക്കോയിറ്റിൻ്റെ പേരുണ്ട്. അയാളെ ഇവിടെ പോസ്റ്റ് ചെയ്യും. അയാളിങ്ങനെ ഇരിക്കുകയാണ്, DGP ആവാൻ സ്റ്റെപ്പ് എടുത്ത് ഒരു ഇപ്പോൾ പോലീസില്ല, പോലീസിന് വെളിയിൽ ഒരു സ്ഥലത്തിരിപ്പുണ്ട്. അയാളെ ഇവിടെ പോസ്റ്റ് ചെയ്താൽ
അയാൾ ഈ അറൈനിങ് വിറ്റ്നസ്സസ് ഇങ്ങനെയൊക്കെ ഉണ്ട്, അത് മൊത്തം നശിപ്പിക്കും. ഈ ഹോസ്റ്റൈൽ ആവാൻ പോകുന്ന വിറ്റ്നസ്സിന് മാത്രം വെച്ച് അയാൾ ചാർജ് ഫ്രെയിം ചെയ്യും. അല്ല അപ്പം ഇല്ല തീർന്നില്ല. അടുത്ത ഏറ്റവും ആക്ലെസ് ഹീൽ എന്ന് പറയുന്നത് പ്രോസിക്യൂട്ടറാണ്, സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ. അപ്പോൾ ഈ പ്രോസിക്യൂട്ടറെ ഒരു മണ്ണിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത, ഞാൻ പിന്നെ BJP കാരനാണെങ്കിൽ BJP മാത്രം സപ്പോർട്ട് ചെയ്യുന്ന, BJP പച്ച കുത്തി നടക്കുന്ന ഒരു BJP പ്രോസിക്യൂട്ടർ അവിടെ വയ്ക്കും. മനസ്സിലായല്ലോ ഞാൻ എന്താണ് ഉദ്ദേശിച്ചത്? അങ്ങനെയാണല്ലോ എത്ര കേസ് നടക്കുന്നത്. അപ്പോൾ ഈ പ്രോസിക്യൂട്ടറാണ്. പിന്നെ ഇൻവെസ്റ്റിഗേറ്റർക്ക് നമ്മുടെ വെങ്കടേഷ് സാറിന് പോലീസിന് അവിടെ ഒരു കാര്യമില്ല. ചാർജ് ഷീറ്റ് ചെയ്ത് കഴിഞ്ഞു, ഇൻഡൈറ്റ്മെന്റ് ആയി കഴിഞ്ഞു, കോടതി ചാർജ് വായിക്കും, വിറ്റ്നസിനെ അറേഞ്ച് ചെയ്യും. പ്രോസിക്യൂട്ടറാണ് പിന്നെ കളിക്കുന്നത്. പ്രോസിക്യൂട്ടർ ഈ സാധനങ്ങൾ മുമ്പ് കൊണ്ടുവന്നില്ലെങ്കിൽ ജഡ്ജി ചോദിക്കണ്ടേ, നിങ്ങൾ മറ്റേ തെളിവ് കൊണ്ടുവന്നില്ലല്ലോ, മറിച്ച തെളിവ് ഒരു ജഡ്ജിയും ചോദിക്കില്ല. ഞാനോ ചന്തു നായർ ജഡ്ജി പറയുന്നത് ഇതിപ്പം നശിപ്പിക്കും. അല്ലല്ല, ഈ നിലവിലുള്ള ഈ നമ്മളെ സംഗതി കണ്ടെത്തിയത് വെച്ചിട്ട് ജീവപര്യന്തത്തിനുള്ള സാധ്യതകൾ ഒരു ജീവപര്യന്തം. യു മാർക്ക് മൈ വേർഡ്സ്, ഈ കേസ് വിട്ടുപോകും. ഇത് ഇങ്ങനെ ചാർജ് ഷീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിട്ടുപോകും ഇപ്പൊ തന്നെ. അല്ല, അപ്പൊ അത് വിട്ടുപോകാതിരിക്കണം ചെയ്യണം. അല്ല, വിട്ടുപോകാതിരിക്കണം. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോ സ്വർണം പോയിട്ടുണ്ട്, അത് അൾട്ടിമേറ്റ് ആയിട്ട് ആർക്ക് കിട്ടി എന്നുള്ള കാര്യം നമുക്കറിയില്ല. അപ്പം പോയിട്ടുള്ള കാര്യം തെളിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരെ ശിക്ഷിക്കപ്പെടും, എന്തായിരിക്കും അവസ്ഥ? ഈ എല്ലാവരും സ്വർണ്ണ കൊള്ള എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ കുതിരപ്പുറത്ത് മറ്റേ ഗണ്ണുമായിട്ട് ഷോലെ മോഡലിൽ വന്ന് ഇവിടെ കൊള്ള നടത്തിയിട്ടുണ്ടോ? സ്വർണ്ണ കൊള്ള എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് നമ്മുടെ ഡയലക്റ്റ്, നമ്മൾ തമ്മിൽ സംസാരിക്കണേ. അത് കൊള്ളയേക്കാളും വലിയൊരു സംഗതിയാണത്, അത് വേറെ കാര്യം. ഇവിടെ അഗ്രവേറ്റഡ് ബ്രീച്ച് ഓഫ് ട്രസ്റ്റിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യണം. അത് ഹൈലൈറ്റ് ചെയ്തിട്ട് ഈ ചീറ്റിങ്ങും ഈ തഫ്റ്റും കൂടെ വെച്ച് കയറ്റി കൊടുത്താൽ ഇത് ഭയങ്കരമായ ശിക്ഷ കിട്ടുള്ളൂ, ലൈഫ് വരെ കിട്ടും. ശരി. അപ്പൊ അതെല്ലാം തീരുമാനിക്കുന്നത് ഇവരിങ്ങനെ വിഷിവാൾ ടൈപ്പിൽ ഒരു ചാർജ് ഷീറ്റ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഇത് പിന്നെ തീരുമാനിക്കുന്ന പ്രോസിക്യൂട്ടറാണ്, പ്രോസിക്യൂട്ടറുടെ കയ്യിലാണ്. അപ്പൊ അത് ചെയ്യാനായിട്ട് ആരുമില്ല. പിന്നെ അന്ന് 10 വർഷത്തിന് ശേഷം ഇത് വരുമ്പം ഇവിടെ ആർക്ക് ഇത് ഓർമ്മയുണ്ട്? രണ്ട്, ഭരണം ആരായിരിക്കും? പിന്നെ അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ രാജ്യത്ത് സംസ്ഥാനത്തൊന്നും നടക്കില്ല. അല്ല, അങ്ങനെയല്ലല്ലോ. അല്ല, അത് ചന്തുവിന് അനുഭവം ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ക്രൈംബ്രാഞ്ചിൽ, നമ്മുടെ പഴയ ക്രൈംബ്രാഞ്ചിൽ ചില ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. മുഹമ്മദ് ഖാൻ, ജമാൽ IPS വിജിലൻസിൽ, ജമാൽ സാർ പ്രത്യേകിച്ച് വിജിലൻസ് കണ്ടുപിടിച്ച ആളായിരുന്നു ജമാൽ IPS. ഈ ജമാൽ സാർ പറയണ ഞാൻ കണ്ടു. ഞാനെന്ന് വളരെ ജൂനിയർ, അല്ലല്ല, അത് കേൾക്കുക നിങ്ങൾ. അതായത് നാളെ അല്ലേ മറ്റേ വിസ്താരം തുടങ്ങണം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പം അവിടെ ഉള്ള CA DSP അതെ സാർ, ആരാ പോണേ, ഏത് ട്രയൽ തുടങ്ങുന്നു, പോലീസിന് കാര്യമില്ല. ഉടനെ പറയും അത് സാർ ഗോപാൽകൃഷ്ണൻ, അവനെ അയച്ചാൽ ശരിയാവില്ല, അവൻ ആ കേസിനെ പറ്റി ഒന്നും അറിഞ്ഞൂടാ. ഈ കേസ് അന്വേഷിച്ച അല്ലെങ്കിൽ മറ്റേ മറിച്ച് അവരെ വിടണം. അവിടെ പോയി നിന്ന് പ്രോസിക്യൂട്ടറുടെ പുറകെ നിന്ന് ജഡ്ജിയെ ചേംബറിൽ കയറി കണ്ട് ആ കേസ് ശിക്ഷിപ്പിക്കും. അങ്ങനെ ഒരു സംഗതി കുറെ നാളായിട്ട് നമ്മുടെ കേരള പോലീസിലില്ല. ശരി, അങ്ങ് രണ്ട് വശവും പറയുന്നുണ്ട്, അതാണ് പ്രശ്നം. അങ്ങ് പറയുന്നത് ഇതിപ്പം ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ആണ്, അല്ലെങ്കിൽ ബ്രീച്ച് ഓഫ് നമ്മുടെ അടിസ്ഥാനപരമായി വ്യതിചലിച്ചിരിക്കുന്നു, അതുകൊണ്ട് തന്നെ ഇവർക്ക് ജീവപര്യന്തം കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നങ്ങ് പറയുന്നു. ഉടനെ തന്നെ അങ്ങ് അതേ വാക്കുകൊണ്ട് തന്നെ, അതേ മൗത്ത് കൊണ്ട് തന്നെ അങ്ങ് പറയുന്നു ഇത് പക്ഷെ നടക്കില്ല. ഇതെന്താണ് അങ്ങ് പറയുന്നത്? ഒന്ന് ഉറച്ചു നിൽക്കണം, അത് പറയണം. ഞാൻ പറഞ്ഞതെല്ലാം കറക്റ്റാണ്. ചന്തു നായർ അത് മിസ്റീഡ് ചെയ്തതാണ്. ചന്തു നായർ പറയണമെങ്കിൽ അല്ല, ചന്തു നായർക്ക് നിലവിലുള്ള സാധനം വെച്ചുകൊണ്ട് ജീവപര്യന്തത്തിലുള്ള സാധ്യതകൾ വരെ ഉണ്ട് എന്ന് പറയുന്നു. പക്ഷെ അങ്ങ് പറയുന്നു ഉടനെ തന്നെ അതേ വാക്കുകൊണ്ട് പറയുന്നു ഇല്ല. അത് എന്തുകൊണ്ടെന്ന് പറയട്ടെ. അത് നിങ്ങളുടെ നിങ്ങൾക്കത് അനുഭവം ഇല്ലാത്തതുകൊണ്ടാണ്. അതായത് ഇപ്പം ഉള്ള എവിഡൻസ്, ഇപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആണ് വലിയ എവിഡൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പത്മകുമാർ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മറ്റേ ആളെ പ്രതിയാക്കി, ഇതൊക്കെ അല്ലേ ഉള്ളൂ. ഇവരെ കണക്ട് ചെയ്യുന്ന ഡോക്യുമെന്ററി എവിഡൻസോ ഡിജിറ്റൽ എവിഡൻസോ ഒന്നും റിക്കവർ ചെയ്തായിട്ട് എൻ്റെ അറിവിലില്ല. ഉണ്ടെങ്കിൽ കൊള്ളാം. അപ്പൊ ഇത്രയും ഇപ്പോഴുള്ള ഈ ഓറൽ എവിഡൻസും മറ്റതും മറിച്ചതും ഒക്കെ വെച്ചിട്ട് ഒരു ഇമെയിലോ ജിമെയിലിലോ ഒക്കെ അതെല്ലാം വെച്ചിട്ട് കോടതിയിൽ ഇത് കൊടുത്താൽ ഇത് വരില്ല. അതേസമയം NIA പോലുള്ളൊരു സംഘടന വന്നു കഴിഞ്ഞാൽ അവർ വളരെ അഗ്രവേറ്റഡ് ആയിട്ട് നിൽക്കും. അവർ എവിടെയാണ് ലൂപ്പോളെന്ന് നോക്കും, അവർ ക്രോസ് ചെയ്യും, എവിടെ ലൂപ്പോളിന് അത് പ്ലഗ് ചെയ്യും. അങ്ങനെയുള്ളൊരു സിസ്റ്റം നമുക്കില്ല ഇവിടെ ബ്രാഞ്ചിൽ. അതുകൊണ്ട് കേസ് വിട്ടു എന്ന് ഞാൻ പറഞ്ഞു. ശരി. പിന്നെ തെഫ്റ്റ് വെച്ചിട്ടാണ് ഇവര് ചെയ്യാൻ പോണത്. നിങ്ങൾ കൊള്ളയിടാൻ പറ്റില്ല, ഡക്കോയിറ്റ് ഇടാൻ പറ്റില്ല,
അപ്പം തഫ്റ്റൊക്കെ വെച്ചിട്ട് നോക്കണം. അപ്പം ഇവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ടത്, ഞാൻ വീണ്ടും പറയുന്നു, ഹൈലൈറ്റ് ചെയ്യേണ്ടത് അഗ്രവേറ്റഡ് ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ഭയങ്കരമായിട്ട് ഇതിനകത്ത് പ്രൂവ് ചെയ്യണം. അത് പ്രൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മുടെ വെങ്കടേഷ് സാറിന്, അദ്ദേഹത്തിന് മനസ്സുണ്ട്, പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഇടപെടൽ വരും. ഞാൻ അവസാനത്തിലേക്ക് വരുന്നു. അതായത് 1-2 മാധ്യമങ്ങളുണ്ട്, പോലീസുണ്ട്, അതിൻ്റെ മേൽ കോടതിയുണ്ട്. ഇതിനൊക്കെ പുറമെ ജനങ്ങളുണ്ട്. ഇതല്ല സംഗതി. ഇതിനെല്ലാം അപ്പുറത്തായിട്ട് അയ്യപ്പൻ എന്നുള്ള ഒരു സംഗതിയുണ്ട്. അയ്യപ്പ കോപം അനുഭവിച്ചാൽ എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഓരോരുത്തരും നിരനിരയായിട്ട് ജയിലിലേക്ക് കയറുന്നു. ആ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിന് ഒരു പരിസമാപ്തി അതായത് കുറ്റക്കാരെ കണ്ടെത്തി ശിക്ഷിക്കപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അല്ലെങ്കിൽ അയ്യപ്പ കോപം ഉണ്ടാവും എന്നുള്ള തരത്തിലേക്ക് വരെ സാധാരണ ജനങ്ങൾ, ഭക്തജനങ്ങൾ, നിരീശ്വരവാദികളല്ല, ഭക്തജനങ്ങൾ വിശ്വസിച്ചു തുടങ്ങുന്ന കാര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. അങ്ങും ഒരു ഭക്തനാണ്. അങ്ങേക്കും ഈ ഒരു വിലയിരുത്തലില്ലേ? എനിക്ക് വിലയിരുത്തലുണ്ട്. എന്നെ അയ്യപ്പൻ പറയിപ്പിക്കുകയാണ് ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ. അയ്യപ്പനും അറിയാം, ദൈവം പാതി മനുഷ്യൻ പാതി. എല്ലാം അയ്യപ്പൻ ചെയ്യും എന്ന് പറഞ്ഞാൽ നടക്കില്ല. നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. ഞാൻ ചന്തു നായരുടെ ഇതിന് മുമ്പ് ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടോന്ന് ചോദിച്ചാൽ, എൻ്റെ ഒരു മർഡർ കേസിന് ഉന്നതനായ 2 IPS ഓഫീസേഴ്സ് അതിനെ സൂയിസൈഡാക്കി. അതുപോട്ടെ. അപ്പോൾ സൂയിസൈഡാക്കിയപ്പം എനിക്ക് ഭയങ്കര മനസ്സിന് വിഷമമായി. ഞാനിങ്ങനെ അതിനെപ്പറ്റി ഞാൻ അവിടുന്ന് ട്രാൻസ്ഫർ ആയിപ്പോയി. ഞാൻ മറൈൻ എൻഫോഴ്സ്മെൻറ്റ് ജോലി ചെയ്യാണ്. മർഡറൊക്കെ അന്വേഷിച്ചിട്ട് പിന്നെ പോയി മീൻ വിൽപ്പനയായിരുന്നു. അവിടെ ഇരുന്നപ്പോൾ ഞാനൊരു സിദ്ധനെ പോയി കണ്ടു. നമുക്ക് മനസ്സമാനം ഇല്ലാതെ വരുമ്പോഴാണല്ലോ ഇത്. സിദ്ധന്മാരെന്ന് നിങ്ങൾക്ക് അറിയാലോ, അങ്ങനെ നമുക്ക് എല്ലാവരെയും കാണാൻ പറ്റില്ല. അവരുടെ അടുത്ത് നിന്ന് സ്വാമി എൻ്റെ സമയം നല്ലതാണോ എന്നൊന്നും ചോദിച്ചാൽ അവർ പറയുകയൊന്നുമില്ല. അപ്പോൾ എന്നെ കൊണ്ടുപോയ ആൾ, ദിസ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്, എന്നെ കൊണ്ടുപോയ ആൾ പറഞ്ഞ്, ഗോപാലകൃഷ്ണ അദ്ദേഹത്തിന് ഒന്നും ചോദിക്കരുത്. വേറെ ആരുമല്ല, ആലയിൽ സ്വാമി എല്ലാവർക്കും അറിയാമല്ലോ. ഒന്നും ചോദിക്കരുത്, ഇത് ദേഷ്യം വരും, ഇങ്ങോട്ട് പറയണത് കേട്ടോണം. ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. ഞാൻ 2 കാര്യത്തിനാണ് അവിടെ പോയത്. ഒന്ന് ഇത് ചോദിക്കണം, പറയട്ടെ. അപ്പൊ അത് 2 കാര്യം എനിക്കറിയണം. ഒന്ന് എൻ്റെ പേഴ്സണൽ വേറൊരു കാര്യം, ഞാൻ ലീവ് എടുത്ത് നിൽക്കുകയാണ്, എനിക്ക് തിരിച്ച് വീണ്ടും പോകാൻ പറ്റുമെന്ന്. പിന്നെ ഒന്ന് ഇതെങ്ങനെ മർഡറാക്കി, സൂയിസൈഡാക്കി എന്നുള്ളത്. അപ്പം ഞാൻ അവിടെ ചെന്നു. അദ്ദേഹം ഇങ്ങനെ നടക്കുന്നു, ഒരു തോർത്ത് മാത്രം എടുത്തുകൊണ്ട് ആശ്രമത്തിന് അത് നടക്കുന്നു. ഞങ്ങൾ ആ കാര്യത്തിലേക്ക് പോണ്ട. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇതിനകത്ത് റിലവൻ്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇത് പറയില്ല. അപ്പം അദ്ദേഹം ഇങ്ങനെ ആരോ പറഞ്ഞ്, ഞാൻ ചോദിക്കണ മുമ്പേ പറഞ്ഞ്, സ്വാമി ഇതാണ് മറ്റേ ഇന്ന കേസ് അന്വേഷിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹം നടത്തം നിർത്തി. സാധാരണ അങ്ങനെ ചെയ്യാറില്ല. നടത്തം നിർത്തി എൻ്റെ മുഖത്ത് നോക്കിയിട്ട്, പിള്ളേ അത് 3 പേരുണ്ടായിരുന്നു, മർഡറായിരുന്നു, 2 വർഷത്തിന് ശേഷം. അത് കൊലപാതകമായിരുന്നു കേട്ടോ, അവർ മദ്യവെച്ചിരുന്നു. ഞാൻ പറഞ്ഞ അവർ പക്ഷേ സൂയിസൈഡാണ്. പക്ഷേ പിള്ളേ അതിനകത്തുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ മനുഷ്യനുണ്ടാക്കിയ നിയമങ്ങൾ കാരണം അവരെ ശിക്ഷിച്ചില്ല. പക്ഷേ വേറൊരു നിയമമുണ്ട് ദൈവത്തിൻ്റെ. ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം ഇതിൻ്റെ എവിഡൻസ് നശിപ്പിക്കാൻ കൂട്ടിയതും കുറച്ചതും കൂട്ടിയവനും കള്ള ഒപ്പീനിയൻ കൊടുത്തോ അവരെല്ലാം അനുഭവിക്കുമെന്ന് പറഞ്ഞു. അന്ന് തൊട്ട് ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവരെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഇതിനകത്ത് നമുക്ക് ഹോപ്പ് ചെയ്യാനേ പറ്റുമോ. അയ്യപ്പൻ കരുതി വെച്ചിട്ടുണ്ട്, ഇവന്മാർക്കെല്ലാം കൊടുക്കും. ഈ ദേവസ്വം ബോർഡിൽ നിങ്ങൾ വേണമെങ്കിൽ അന്വേഷിച്ച് നോക്കും, വേണമെങ്കിൽ ഒരു സീരിയൽ നടത്തി നോക്കും. ദേവസ്വം ബോർഡിൽ നിന്ന് കൊള്ള ചെയ്തുകൊണ്ട് പോയ സകലവനും വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളാണ്, ഒരുപാട് അന്വർത്ഥങ്ങളാണ് അവരെ വീട്ടിനകത്ത്. ഒരുത്തനും സമാധാനമില്ല. അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. എൻ്റെ കൂടെ പഠിച്ച ഒരു അസിസ്റ്റന്റ് കമ്മീഷണർ ഭയങ്കര അവസാനം ഡെപ്യൂട്ടി കമ്മീഷണറായി. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞ്, ഞങ്ങൾ ഒരു ബെഞ്ചിൽ നിന്ന് പഠിച്ചാണ്. ഞാൻ പറഞ്ഞു, എടാ നിനക്ക് കുഷ്ഠം വരുമോ, നീ ഇങ്ങനെ അയ്യപ്പൻ്റെ, ഞാൻ അന്ന് അവിടെ ജോലി ചെയ്യണം, അവൻ അന്ന് സസ്പെൻഷനിലാണ്. അപ്പോൾ അവൻ പറയാണ്, എടാ നിന്നെ പോലീസിലെടുത്തത് അയ്യപ്പൻ, ഞങ്ങളെ ഇതിനകത്തെടുത്തത് അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്, അദ്ദേഹത്തിന് ഒന്നിലും താല്പര്യമില്ല. അപ്പം ഞങ്ങൾക്ക് അതിനുള്ള യോഗ്യതയുണ്ട്, നിനക്കതിനുള്ള യോഗ്യതയില്ല, ഞങ്ങളിതെല്ലാം എടുക്കും. ഞാൻ പറഞ്ഞു, എടാ നിനക്ക് ക്ഷയവും നിങ്ങൾക്ക് ക്യാൻസർ എല്ലാം കൂടെ വരുവാണെന്ന്. അപ്പം അവൻ പറഞ്ഞ ഉത്തരം, ആ ഉത്തരമാണ് ഈ എല്ലാ ദിവസവും ഈ കറക്റ്റായിട്ടുള്ള ഈ പിടിച്ചോരി നടത്തണമാരുടെ മനസ്സിൽ അവൻ പറഞ്ഞ ഉത്തരം, ഇടാ 75 വയസ്സ് കഴിഞ്ഞ് എന്തെങ്കിലും വന്നാലും പ്രശ്നമൊന്നുമില്ല, നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കുമല്ലോ. അതാണ് ആ ഒരു കോൺഫിഡൻസ് ആണ് ഈ അതുകൊണ്ട് അതാണ് ഇവരെ പ്രേരിപ്പിക്കുന്നത്. ഇതേപോലെ ദേവിയുടെ
വെൽത്ത് മുക്കാനുള്ള കോൺഫിഡൻസ് ഇവർക്ക് കിട്ടണം. പക്ഷേ അതല്ല, നിങ്ങൾ സന്തതി പരമ്പരകൾ അനുഭവിക്കുന്നു. അതൊക്കെ നിങ്ങളും ഞാനും പറയണതല്ലേ. അവന്മാർക്ക് അതിൽ വിശ്വാസമില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഈ രണ്ട് ഭരണത്തിൽ ഉള്ള വ്യത്യാസം, അയ്യപ്പൻ്റെ സാധനവും മലയാളപ്പുഴ ദേവിയുടെ സാധനങ്ങളും മോഷ്ടിക്കാൻ വരുന്ന രണ്ട് കൂട്ടരുണ്ട്. ഒന്ന് അവര് വിശ്വാസികളാണെന്ന് പറയുന്നു ഒരു കൂട്ടർ, ഞാൻ പാർട്ടി പറയുന്നില്ല. മറ്റൊരു കൂട്ടർ ഞങ്ങൾ വിശ്വാസികളെ അല്ല, ഞങ്ങൾക്ക് വിശ്വാസമില്ല, ഇവരൊന്നുമില്ലെങ്കിലും ഞങ്ങൾ വിശ്വാസികളല്ല എന്നങ്ങ് തീരുമാനിച്ചു. അതുകൊണ്ടാണല്ലോ പലരും പോയി ഇങ്ങനെ നിൽക്കണത്, തീർത്ഥം മഞ്ച തറയിലൊഴിച്ചത്. അവർക്ക് വിശ്വാസമില്ല, അവരെ ഞാൻ കുറ്റപ്പെടുത്തില്ല. മറ്റേവർ അയ്യപ്പ സ്വാമി, വീട്ടിൽ അയ്യപ്പൻ്റെ പ്രതിമ മറിച്ച കാറിൽ എല്ലായിടത്തും അവർ പ്രാർത്ഥിക്കണമെന്നറിയാം. അവർക്ക് എന്തായാലും ഇത് വേണം, മോഷ്ടിക്കണം. സ്വാമി ഉപദ്രവിക്കല്ലേ, സ്വാമിക്ക് ഇതൊന്നും ആവശ്യമില്ലല്ലോ, ഞങ്ങളിതൊക്കെ എടുക്കുകയാണ്, ഒന്നും വരരുത്. ഈ രണ്ട് ചിന്താഗതിക്കാരാണ് നമ്മുടെ അമ്പലങ്ങളെ മോഷ്ടിക്കുന്നത്. അതാണ് അതിനകത്തുള്ള ഗതികേട്. തീർച്ചയായും മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ പോലീസും ഇതിനൊക്കെ പുറമെ ഹൈക്കോടതിയും ജാഗരൂകരായിട്ട് നിൽക്കുകയാണ്. ഈ കുറ്റവാളികൾ തീർച്ചയായിട്ടും നിയമത്തിൻ്റെ മുന്നിൽ വരും, അവർ ശിക്ഷിക്കപ്പെടും എന്നത് തന്നെയാണ് വിശ്വാസം. ഇതിനൊക്കെ പുറമെ അദ്ദേഹം പറഞ്ഞതുപോലെ അയ്യപ്പൻ എന്നുള്ളൊരു ശക്തിയുണ്ട്. ആ ശക്തിയുടെ പ്രഭാവത്തിൽ നിന്നും രക്ഷപ്പെടാൻ കുറ്റവാളികൾക്ക് കഴിയില്ല എന്നുള്ളതും വസ്തുതയാണ്. തീർച്ചയായും അന്വേഷണം നല്ല രീതിയിൽ പുരോഗമിക്കട്ടെ, കഴിയുന്നത്ര വേഗം കുറ്റവാളികൾ നിയമത്തിന് മുന്നിൽ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമസ്കാരം. നമസ്കാരം സാർ. നമ്മുടെ വിശ്വാസം നമ്മളെ രക്ഷിക്കട്ടെ.